നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അരേലിയത്തിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ആദ്യം ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് വെക്കുമ്പോൾ അത് അതേപോലെ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. പിന്നെ അതിൽ നിന്നും ചിലപ്പോഴേ നമുക്കിതിൻ്റെ ആ ഒരു കമ്പ് പിടിച്ച് കിട്ടുള്ളൂ, ചിലപ്പോൾ അത് നന്നായിട്ട് പിടിച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതെങ്ങനെ ഈസി ആയിട്ട് ചെയ്യാമെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഞാൻ ചെയ്തിട്ട് സക്സസ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഞാൻ അതിൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതൊക്കെ ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ അതിൻ്റെ കട്ടിങ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാക്കിയതാണ് കേട്ടോ. ഗോൾഡൻ അരേലിയ ഉണ്ട്, ഗ്രീൻ അരേലിയ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ അരേലിയ ഞാൻ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. വൈരത്തൊക്കെ വെച്ചിരുന്നാൽ ഈ ഒരു ഗോൾഡൻ അരേലിയ നല്ല മഞ്ഞ കളർ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് ചട്ടിയിലും പാത്രത്തിലും താഴത്തൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. പല രീതിയിലും ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതെങ്ങനെ റൗണ്ട് ഷേപ്പിലൊക്കെ നിലനിർത്താം, ബോൾ ഷേപ്പൊക്കെ ആയിട്ട് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഇതേപോലെ ഒരു കുറച്ചൊക്കെ ഒന്ന് വലുതായി വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കത്രിക, നല്ലൊരു മുറിച്ചുള്ള കത്രിക വെച്ചിട്ട് ഇതേപോലെയൊക്കെ ഒന്ന് റൗണ്ടാക്കി കൊടുക്കുക കേട്ടോ. നമ്മളിതിങ്ങനെ സൈഡും കാര്യങ്ങളൊക്കെ വെട്ടി കൊടുത്താൽ തന്നെ പിന്നീട് അത് വളർന്നു വരുമ്പോൾ നല്ല വൃത്തി ഉണ്ടായിരിക്കും. പിന്നെ ഇതേപോലെയൊക്കെ ഇങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് വരുന്ന ഒരു പോർഷൻ ഉണ്ടാവുമല്ലോ, അതായത് കട്ട് ചെയ്ത കുറച്ചൊരു തുമ്പ് കിട്ടുന്ന ആ ഒരു ഇതുണ്ടാവുമല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഞാൻ നന്നായിട്ട് ഈ ചട്ടിയിരിക്കുന്ന ചെറുതിന് ഞാൻ നന്നായിട്ട് വെട്ടി കൊടുത്തതാണ്. അത് വളർന്ന് ബോൾ ഷേപ്പായി വരുന്നേ ഉള്ളൂ കേട്ടോ. ഈ ഒരു വലിയ ചട്ടിയിലുള്ള ഒരു തുമ്പ് ഇതേപോലെ പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇതിൻ്റെ ചുറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കുഞ്ഞ് ഇതേപോലെ തുമ്പ് കട്ട് ചെയ്തിട്ട് വെച്ചിട്ട് പിടിച്ച് കിട്ടിയതാണ് കേട്ടോ. നിങ്ങൾ കാണുന്നത് കണ്ടില്ലേ, അതിന്മേൽ തന്നെ 1, 2, 3 ഇത് വന്നിട്ടുണ്ട് ലീഫ്. ഇതുപോലെ ബഞ്ചസായിട്ട് വന്നിട്ടുമുണ്ട്. അങ്ങനെ 2 ചട്ടിയിലൊക്കെ ഞാൻ ഇതേപോലെയാണ് ചെയ്യുന്നത്. അത് സാധാ പോലെ തന്നെ നമ്മളത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പുറത്തേക്ക് നിൽക്കുന്ന ആ ഒരു കഷ്ണം ഞാൻ കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത് വീഡിയോ ഇതിൽ ഇടാൻ ഓഫായി പോയിട്ട് ക്യാമറ. അപ്പോൾ സാധാ പോലെ ആ ഒരു കുഞ്ഞ് പീസ് കട്ട് ചെയ്തിട്ട് ഞാൻ കറ്റാർവാഴയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് അത് നേരെ മണ്ണിലേക്ക് കുത്തി കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മറ്റേ അരയിലയും കൂടെ വെച്ചിട്ടുണ്ട്. ഒരു വലിയ അരയില ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പ് അരയില, വെരിഗേറ്റഡ് അരയില, ആ ഒരു ടൈപ്പ് അരയില ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഒരു കട്ടിങ്സ് 2 കട്ടിങ്സോ മാത്രം വെക്കരുത്, വെക്കുമ്പോൾ ഒരുപാട് കട്ടിങ്സ് വെക്കാം. അപ്പോൾ ഏതാണ് കൂടുതലായിട്ട് പിടിച്ച് കിട്ടുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ ഈ ഒരു അരയിലേക്ക് അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെയുണ്ട്. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് അധികം കട്ട് ചെയ്യുക കേട്ടോ. ഇതിൻ്റെ ആ ഒരു തലപ്പ് ഭാഗം തന്നെ നല്ല ഇളയ ഒരു ഭാഗം തന്നെ നോക്കിയിട്ട് കട്ട് ചെയ്യുക. അപ്പോഴേ നമുക്ക് ആ ഒരു പെട്ടെന്ന് പിടിച്ച് കിട്ടുകയും ചെയ്യുള്ളൂ. പിന്നെ നിങ്ങൾ കട്ട് ചെയ്തതിന് ശേഷം ഇത് കറ്റാർവാഴയിൽ മുക്കിയിട്ട് ഞാൻ പറഞ്ഞതുപോലെ കറ്റാർവാഴയിൽ അതിന് ഡിപ്പ് ചെയ്തിട്ട് സാദാ ചകിരിച്ചോറ്, ചാണകപ്പൊടി, സാദാ മണ്ണ് ഇതും കൂടെ കുഴച്ചിട്ട് അതിലൊരു ചട്ടിയിലാക്കിയിട്ട് ഞാൻ നല്ല ഷെയ്ഡ് സൂര്യപ്രകാശമൊന്നും ഇല്ലാത്തൊരു ഭാഗത്താണ് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് എനിക്ക് പിടിച്ച് കിട്ടുകയും ചെയ്തിട്ടോ. ഒരിക്കലും ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് കൊണ്ടുപോയി വെക്കരുത്, അത് പിടിച്ച് കിട്ടില്ല, പെട്ടെന്ന് വാടി പോവുകയും ചെയ്യും കേട്ടോ. ഇതിൻ്റെ ഒരു മൂത്ത ഭാഗം നിങ്ങൾ ഒരിക്കലും എടുക്കരുത്. നല്ല മൂത്ത് പോയിട്ടുള്ള തണ്ട് ഭാഗം ഉണ്ടല്ലോ, അത് എടുത്തു കഴിഞ്ഞാൽ പിടിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പിടിച്ച് കിട്ടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി കറ്റാർവാഴേൻ്റെ പകരം നിങ്ങൾക്ക് റൂട്ടിംഗ് ഹോർമോണായിട്ട് സാഫ് ഉപയോഗിക്കാം. അതേപോലെ റൂട്ടിംഗ് ഹോർമോണായിട്ടുള്ള കരി, ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. പക്ഷേ നിങ്ങളിത് തീരെ സൺലൈറ്റുള്ള ഭാഗത്ത് വെക്കരുത്. അപ്പോൾ എനിക്ക് ഞാൻ ഇതിൽ നിന്ന് ഒരുപാട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പല ചട്ടികളിലായിട്ട് വെച്ചിട്ടുള്ളതാണ് നിങ്ങൾ ഈ കാണുന്നതൊക്കെ. ഇതൊക്കെ ഞാൻ ഒരു റാക്കിൻ്റെ താഴത്തായിട്ട് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നതാണ്, വീടിൻ്റെ സൈഡിലായിട്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഒരു കുരുമുളകിൻ്റെ ഒരു കഷ്ണം കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു കമ്പ്, പക്ഷെ അത് പിടിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല.
പിന്നെ ഉള്ളതാ വെള്ളം വരുന്ന ടൈപ്പ് ടാപ്പ് ഉണ്ടാവുമല്ലോ, നമ്മൾ ചെറുതായിട്ട് ഫുൾ ടൈം വെള്ളമല്ല, ഇടയ്ക്കൊക്കെ ഒരു വേസ്റ്റിൻ്റെ ഒക്കെ ഭാഗത്തുള്ള ആ ഒരു ഭാഗത്ത് പൈപ്പിൽ നിന്ന് വെള്ളം പോകുന്ന ആ ഒരു ഭാഗത്ത് കട്ട് ചെയ്തിട്ട് കുഞ്ഞു കട്ട് ചെയ്തിട്ടൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോഴും ചെറുതായിട്ടൊന്ന് പിടിച്ച് കിട്ടും കേട്ടോ. ആ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ അധികം വെയിലില്ലാത്ത ഭാഗമാണ് കേട്ടോ. ഇത് നേരത്തെ കാണിച്ച ചട്ടിയിലുള്ളതാണ്. എല്ലാം വലുതായി വന്നത് കണ്ടില്ലേ? നല്ലൊരു ഭംഗിയില്ലേ കാണാൻ വേണ്ടി, നല്ലൊരു ഷൈനിങ് ഉണ്ട് അതിൻ്റെ ഒരു ലീഫിനൊക്കെ, നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കുറച്ച് വലുതാവുന്നത് വരെ നിങ്ങൾ ആ ഒരു വെയിലില്ലാത്ത ഭാഗത്ത് തന്നെ വെക്കണം കേട്ടോ. കുറച്ചും കൂടെ വലുതായതിന് ശേഷം മാത്രമേ വെയിലത്തേക്ക് വെക്കാൻ പാടുള്ളൂ. ഇനിയും നല്ല നല്ല വീഡിയോകൾക്കും ടിപ്സുകൾക്കുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക്